ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നല്ല ഉണക്കമീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു 3-4 ഉണക്കമീൻ വറുത്തതെടുക്കാം. ഞാനിവിടെ ഒരു 3-4 എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3-4 പീസ് വാളംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 4-5 ചുവന്നുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാട്ടോ എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചുവന്നുള്ളിയും പച്ചമുളകും നല്ല രീതിക്ക് ചതച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തണ്ട് വേപ്പില കൂടി ഇട്ട് ചതച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ചതച്ചതേ വന്നിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് നമ്മുടെ ഉണക്കമീനും നല്ല രീതിക്ക് ചതച്ച് പൊടിച്ചെടുക്കാം. നല്ല പൊടി പോലെ ആവണമെന്നാണ് ഏറ്റവും നല്ലത്. ഞാനിത് പൊടി പോലെ ആക്കി എടുത്തത്. അത് ചതയ്ക്കണ കൂട്ടത്തിൽ നമ്മൾ പുളി എടുത്ത് വെച്ചതും കൂടി ഒരുമിച്ച് ചതച്ചെടുക്കാം കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ആ ഒരു പുളിയുടെ ടേസ്റ്റും കൂടി ഇതിലേക്ക് വരും. അപ്പം ദേ ഇതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ച് ചതച്ച് വെച്ചതും കൂടി മിക്സാക്കി ഒന്നും കൂടി ജസ്റ്റ് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടും അടിക്കാം കേട്ടോ. പക്ഷേ മിക്സിയിൽ ഉണ്ടാക്കണേലും ഏറ്റവും നല്ലതും ടേസ്റ്റ് കൂടാനും എല്ലാത്തിനും കല്ലിൽ ചതച്ചെടുക്കണതായിരിക്കും നല്ലത്. അപ്പം നമുക്കിനി ഇത് എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മാറ്റി വെച്ചതിലേക്ക് നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് ഇളക്കിയെടുക്കാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പിടേണ്ട ആവശ്യമില്ലാത്തോ, കാരണം ഉണക്കമീനായതുകൊണ്ട് ആവശ്യത്തിലധികം ഉപ്പുണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ല രീതിക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ.